നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സിനിമാ കവലയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചലച്ചിത്രം ടോവിനോ നായകനായി ഡാർവിൻ കുര്യാക്കോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജെറോം സാർ, ആൻസൺ സാർ, അശ്വിൻ ചേട്ടൻ. അപ്പോൾ ആദ്യമായിട്ട് ജെറോം സാറിൽ നിന്ന് തുടങ്ങാം. ജെറോം സാറേ, ആനന്ദിൻ്റെയും സംഘത്തിൻ്റെയും അന്വേഷണം സാർ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ച രീതിയിലാണ് പുതിയൊരു സംവിധായകനായിരിക്കുന്ന ഒരാൾ ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ഒരു ത്രില്ലറായിട്ടുള്ള മൂവിയാണെങ്കിലും വലിയ ഹൈപ്പോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു മാസൊന്നും ഇടാതെ വളരെ ശാന്തമായിട്ട് പോയൊരു സിനിമ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം അവരതിനകത്ത് വിൻറ്റേജ് ലുക്കുകളും അല്ലെങ്കിൽ അതിൽ വളരെ സൂക്ഷ്മമായി അവർ നിരീക്ഷിച്ചിരുന്നു. ഓരോ ഫ്രെയിം അതിൽ എടുക്കുന്നതിലും ഒരു തെറ്റ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിലാണ് അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളും വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു കഥകൾ. അതിന് നമുക്കൊരു ഹൈപ്പൊന്നും ഇല്ലാതെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും സമയം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി, അല്ലേ? ഈ രണ്ട് വലിയ സിനിമകളുടെ നടുക്ക് ഇറങ്ങിപ്പോയപ്പം നമ്മുടെ തോമാച്ചായൻ പണ്ട് പറഞ്ഞ പോലെ ഈ മുക്കിക്കളഞ്ഞൊരു പൊന്നായിപ്പോയെന്ന് തോന്നുന്നു. പലരും ഞാൻ തിയേറ്ററിൽ പോയപ്പോഴാണ് കണ്ടത്, മറ്റേ രണ്ട് സിനിമകൾക്കും ബ്രഹ്മയുഗത്തിനും പ്രേമലോനും ടിക്കറ്റ് കിട്ടാത്ത പലരുമാണ് ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്നത്. ഇപ്പോൾ ജെറോം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വളരെ മികച്ച രീതിയിലെടുത്തൊരു സിനിമയാണ്. ഈ പറയുന്ന വലിയ ഒരു ആഡംബരമോ വലിയ എക്സൈറ്റ് ചെയ്ത് കൊണ്ടുപോയി തീരുന്ന ഒരു സിനിമയല്ല. വളരെ കൈയടക്കത്തോടു കൂടി പറയുന്ന ഒരു സാധാരണ സിനിമ. നമ്മുടെ ഒരു ജിനുവി എബ്രഹാമാണ് ഈ സിനിമയുടെ എഴുത്തുകാരൻ. അപ്പോൾ നമ്മൾ കടുവ, അതിന് മുമ്പ് മാസ്റ്റേഴ്സ് പോലുള്ള ത്രില്ലർ സിനിമകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ തിരക്കഥയ്ക്ക് ഉറപ്പായിട്ടും ആ കൈയടക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ ഡീസൻ്റായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആ ഒരു പഴയ കാലഘട്ടം, നമ്മുടെ ഈ മുണ്ടക്കയം ഭാഗത്ത് അടുത്തുള്ളൊരു സ്ഥലമൊക്കെയാണ് പറയുന്നത്. ആ കാലഘട്ടം റിക്രിയേറ്റ് ചെയ്യുന്നതിലും വളരെ മികച്ച രീതിയിൽ അവർ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സിനിമയുടെ ഇപ്പം നമ്മൾ ആത്യന്തികമായ തിരക്കഥയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു ബിൽഡ് ടു ക്ലൈമാക്സ് എന്ന് പറയാം. നമ്മുടെ തിരക്കഥ ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ഏറ്റവും നല്ല കാര്യം ബിൽഡ് ടു ക്ലൈമാക്സസ്, അതായത് ഇൻ്റർവെല്ലൊരു ക്ലൈമാക്സും അതുപോലെ തന്നെ സിനിമ തീരുമ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സും. അപ്പോൾ അതൊരു കഥയിൽ തന്നെ സംഭവിക്കാൻ വേണ്ടി ഇവർ രണ്ട് കഥകൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന ഒരു ടെക്നിക്കായിട്ട് നമുക്കത് വേണേൽ കാണാൻ പറ്റും. സാർ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിച്ചുകൊണ്ടേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് സിനിമകളുടെ ഇടയിൽ വന്നപ്പോഴത്തേക്കും കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന് പറയുമ്പോൾ, രണ്ട് സിനിമകൾ ഇറങ്ങിയപ്പോൾ ഇതിന് പ്രേക്ഷകർ അത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് സാർ സംസാരിച്ചത്. അപ്പം ഈ പ്രേക്ഷകരോടൊപ്പം തന്നെ തിയേറ്ററുകാരും ഇതിന് എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ട തിയേറ്ററിൽ അവിടെ 5 സ്ക്രീനുണ്ട്. അവിടെ 5 സ്ക്രീനിലും ഒരു ചെറിയ സ്ക്രീനിലാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ഉണ്ടായിരുന്നത്. പ്രേമലു എന്നിട്ട് അവിടുത്തെ മെയിൻ സ്ക്രീനിൽ പ്രേമലുവും ബ്രഹ്മയുഗവും മെയിൻ സ്ക്രീനിൽ വരുന്നു. ഒരു ചെറിയ സ്ക്രീൻ, താരതമ്യേന ഒരു 100-ൽ താഴെ അല്ലെങ്കിൽ ഒരു 100-120 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് തിയേറ്ററിലായിരുന്നു ഞാൻ ആ സിനിമ കണ്ടത്. എനിക്ക് ആ സിനിമ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ സിനിമ ആ ചെറിയ തിയേറ്ററായിട്ട് കൂടി ഞാൻ കണ്ടത്. അപ്പോൾ കണ്ടപ്പോഴത്തേക്കും പൊതുവേ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അല്ലായിരുന്നു അത്. ഇപ്പം അമാനുഷികനായ പോലീസ് ഓഫീസർ, സീനിയർ ഉദ്യോഗസ്ഥന്മാരെ പറയുമ്പോൾ അവർക്കെതിരെ തട്ടുകൊളുപ്പൻ ഡയലോഗ് പറയുന്ന നായകൻ, അങ്ങനെയൊന്നുമല്ല. അയാൾ നിസ്സഹായനാണ്. ശരിക്കും പോലീസ് സേനയിലും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന തരത്തിലായിരുന്നു ആ ഒരു കഥ പോകുന്നത് തന്നെ. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഈ ആരംഭശൂരത്വം കാണിക്കുന്നതാണെന്ന്. കാര്യം പുതിയ എസ് ഐ ആണല്ലോ. അപ്പോൾ പുതിയ എസ് ഐക്ക് ആദ്യമായി ജോലിയിൽ വരുമ്പോൾ ഒരു പ്രമാദമായ ഒരു കേസ് കിട്ടുന്നു, അപ്പോൾ അത് തെളിയിക്കണം എന്നുള്ള ആ ഒരു ഇത് പറയുന്നുണ്ട്. അതും പൊതുവെ പോലീസ് സേനയിലുള്ള ഈഗോ,
അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. CIയും DYSPയും കൂടെ ഇയാളെ ഒതുക്കുന്നതൊക്കെ. അത്രയും വിശദാംശങ്ങളിലേക്ക് പോവാതെ തന്നെ നമുക്ക് റിവ്യൂ തീർക്കുന്നതായിരിക്കും നല്ലത്. അതല്ലേ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, കാണാത്തവർക്ക് അതൊരു അല്ല ഇതിപ്പോൾ കുറച്ച് പടം ഇറങ്ങി കുറച്ച് നാളായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. അല്ല അത് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അത് ഈ പൊതുവിൽ പോലീസ് സേനയിലുള്ള ഒരു കീഴ്വഴക്കമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. പക്ഷേ ഒരു സന്തോഷ് നാരായണൻ എഫക്റ്റ് എനിക്കതിൽ നിന്ന് കിട്ടിയില്ല. അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് പറയാനാണെങ്കിലും, പോരായ്മയല്ല, എനിക്ക് ലെസ് ഇഷ്ടപ്പെട്ട ഒരു കമ്പൗണ്ട് പറഞ്ഞാൽ മ്യൂസിക്കാണ്. സിനിമയുമായിട്ട് യാതൊരു നമ്മളെ ഒരു ഓർത്തിരിക്കാൻ പറ്റുന്നൊരു മ്യൂസിക് തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് എവിടെയാണ് ഞാൻ കേട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു കവർ സ്റ്റോറിയിൽ ഈ കഥ ഞാൻ വായിച്ചതായിട്ട്, രണ്ടാമത്തെ കഥ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. അത് ഏത് കവർ സ്റ്റോറിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഏതോ ഒരു റിയൽ ലൈഫ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിലെ അഭിനേതാക്കളുടെ പെർഫോമൻസ്, ടൊവിനോ ഒക്കെ അസാധ്യമായ രീതിയിൽ അഭിനയിക്കേണ്ടുന്ന റോളൊന്നുമില്ല, എങ്കിലും കിട്ടിയ റോള് വളരെ കൈയടക്കത്തോടു കൂടി തന്നെ അഭിനയിപ്പിച്ചു. എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2 കഥകളൊന്ന് സൂചിപ്പിച്ചു. ആ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരുന്നു. സെക്കൻഡ് വന്ന കഥയ്ക്കുള്ള ഇമ്പാക്റ്റ് അല്ല, ഫസ്റ്റ് കഥയ്ക്കാണ് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉള്ളത്. സെക്കൻഡ് ആ കഥയ്ക്ക് അത്രയും ഇമ്പാക്റ്റ് വന്നില്ല. അപ്പോൾ ക്ലൈമാക്സ്, നമ്മളൊരു സിനിമ നമുക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നതിന് ക്ലൈമാക്സ് ബേസ് ചെയ്തിട്ടിരിക്കും. ക്ലൈമാക്സ് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആണെങ്കിൽ നമുക്ക് ആ സിനിമ കണ്ടിറങ്ങുമ്പം ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിരുന്നാലും അതിനൊരു ലാഗില്ലായിരുന്നു സിനിമയ്ക്ക്. ലാഗില്ലായിരുന്നു, സ്റ്റോറി വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു. ലാഗില്ലായിരുന്നു, പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വേദനാകരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ് പറഞ്ഞ പോലെ, നമുക്ക് 90s ആ ഒരു കാലഘട്ടം നമുക്ക് എങ്ങനെയാണെന്നുണ്ടായാലും ഭയങ്കര ഇപ്പോഴും ഓർക്കുമ്പോഴൊക്കെ ഭയങ്കര ഒത്തിരി നമുക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്തും അതിൻ്റെ ആ കളർ ഗ്രേഡിങ്ങും ഒക്കെ ഒത്തിരി അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ സാറ് പറഞ്ഞ പോലെ ചെറിയ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ വളരെ സീനിയർ ആർട്ടിസ്റ്റ് വരെ വളരെ അച്ചടക്കത്തോടെ അഭിനയിച്ചു എന്ന് തന്നെ വേണ്ടി പറയാം. കാരണം ഷമി തിലകൻ, ഇന്ദ്രൻ ചേട്ടൻ പോലെ, അല്ലെ ഹരിശ്രീ അശോകൻ, അവരെ പോലുള്ള വലിയ നടന്മാർ, അതിനൊപ്പം തന്നെ പുതിയ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും നല്ല രീതിയിൽ അഭിനയിച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് 2 സ്റ്റോറി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് സാറ് പറയുന്ന പോലെ അതിൻ്റെ ഒരു ആദ്യം കിട്ടുന്ന ആ ഒരു എഫക്റ്റ്, ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുറകിലോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ട്, എങ്കിൽ പോലും അതിൻ്റെ ഒരു ക്ലൈമാക്സിൻ്റെ ആ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ പിന്നെ കണ്ടു തീരുമ്പോഴത്തേക്കും ഒരു വലിയൊരു തിരമാല ഇങ്ങനെ പോകുന്ന ഒരു നല്ലൊരു നിശബ്ദത, ആ ഒരു ഫീലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ അകത്ത് ഷമ്മി തിലകൻ്റെയൊക്കെ നല്ല ഒത്തിരി കൺവിൻസിങ് ആയി. നമ്മളെപ്പോലെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളതിൻ്റെ കഥയ്ക്കിലോട്ടൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും പുള്ളിയുടെ അഭിനയം വളരെ കൺവിൻസിങ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് പിന്നെ പറയേണ്ടത്, ചേട്ടാ പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടറിൻ്റെ ടൊവിനോ ഒരു ഇത്രയും ഒരു സ്റ്റാർ ആയെങ്കിൽ പോലും ഈ ക്യാരക്ടറിന് വളരെ അച്ചടക്കത്തോടെ പുള്ളി നിന്നു. ശരിക്കും പറയാം, കോട്ടയം നസീറിൻ്റെയും ആ ഒരു സീനിയർ ഓഫീസർ കോട്ടയം നസീറിൻ്റെയും ആസീസിൻ്റെയൊക്കെ ആട്ടുന്നുപ്പൊക്കെ ശരിക്കും സഹിച്ചാണ് പുള്ളി അവിടെ നിന്ന് ആ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഫീൽ ചെയ്തത്, പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യമൊക്കെ അശ്വിൻ ചേട്ടൻ പറഞ്ഞു. അല്ലെ, പോലീസ് കഥാപാത്രത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ടൊവിനോയെ നമ്മൾ കാണുമ്പോഴത്തേക്കും പുതിയൊരു SI, പുതിയ ചാർജ് എടുത്ത SI, അപ്പോൾ ഒരു ഫിസിക്ക് നല്ല രീതിയിൽ കൺവിൻസിങ് ആണ്. അപ്പം ഒരു 90s കാലഘട്ടത്തിലുള്ളൊരു പോലീസുകാരൻ്റെ ശരീരഭാഷ, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ ശരീരഭാഷ ഫുൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിയുടെ മീശ, പണ്ട് കാലത്തെ പോലീസുകാർക്കുള്ള ഒരു കട്ടി മീശ, എന്ന് വെച്ചാൽ പിരിച്ചു വെച്ച മീശയല്ല. അപ്പം കൽക്കിയിൽ ടൊവിനോ വരുമ്പോഴത്തേക്കും മീശ പിരിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്, അങ്ങനെയല്ല, ഒതുക്കി മര്യാദയ്ക്ക് വെച്ച കട്ടിയുള്ള മീശ. അത് അങ്ങനെയുള്ള പോലീസുകാരെ നമ്മൾ നോർമൽ ഷർട്ടും പാൻറ്റും എല്ലാം ധരിച്ചിരിക്കുന്ന ആ ഒരു തയ്യലാണെങ്കിൽ പോലും ഷർട്ടിൻ്റെയൊക്കെ, അതെ, എന്ന് വെച്ചാൽ പോലീസ് ആയിട്ട് വരുന്ന ഒരു കൺവിൻസിങ് ആണ്. പിന്നെ പോലീസ് സേനയിൽ കുറച്ച് വണ്ണമുള്ള പോലീസുകാരുമുണ്ട്, ആ സ്ക്വാഡിൽ ഒരു വണ്ണമുള്ള പോലീസുകാരനുമുണ്ട്. പിന്നെ ഈ പ്രമോദ് വെളിയനാടൻ്റെ കഥാപാത്രം, അത് ഈ ഒരു സീരിയസ് ആയ സിനിമയിൽ ഒരു ഹ്യൂമർ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു കഥാപാത്രമായിട്ട് ആണെങ്കിലും ആ ഹ്യൂമർ നമുക്കത്ര എന്തു പറയാൻ, ഇതിനോട് ചേരാത്ത ഈ ഏച്ച് കെട്ടിയ പോലത്തെ ചില തമാശകളുണ്ടല്ലോ, അങ്ങനെ അല്ലായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് പുള്ളി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഒരു ക്യാരക്ടർ നമുക്ക് എവിടെയും കാണാൻ പറ്റും, ഒരാളെ ഒത്തിരി റിലേറ്റബിൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ബ്ലെൻഡഡ് ആയിരുന്നു എല്ലാ ഒരു കഥാപാത്രങ്ങളായാലും കഥയായാലും, ഒന്നും ഏച്ചു കെട്ടിയതോ മുഴിച്ചു കെട്ടിയതോ തോന്നിയില്ല.
പക്ഷെ എനിക്ക് മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാം പറയാനുണ്ടോ സക്രിയ? തീർച്ചയായിട്ടും നമുക്ക് ബാബുരാജിൻ്റെ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല. കാരണം പുള്ളി ആ ഒരു ക്യാരക്ടർ വളരെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഹ്യൂമർ ഒരു വലിയ റിലീഫായിരുന്നു. പുള്ളിയുടെ ആ ഒരു പോർഷൻ വന്നപ്പോഴത്തേക്ക് ഒത്തിരി സീരിയസ് സ്ട്രെസ്ഡായിട്ട് ഇരുന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ആ പോർഷനും പിന്നെ അത്രയും ഒരു മാതൃകാപരമായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഒരു സ്ഥലത്തിൻ്റേതായ ഒരു കാര്യങ്ങളും രീതികളൊക്കെ ഒത്തിരി അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ അതിൻ്റെ അകത്തെ മെയിൻ വില്ലനായിട്ട് അവസാനം അതിൻ്റെ അകത്ത് വരുന്ന പുള്ളിക്കാരൻ പോലും നമുക്ക് ആദ്യം വരുമ്പോഴത്തേക്ക് ഒത്തിരി നിഷ്കളങ്കനായിട്ട് നമ്മൾ കൺവിൻസിങ് ആയെന്നുള്ളത്. അതിൻ്റെ വ്യക്തിയെ കുറിച്ചൊന്നും പറയുന്നത് എങ്കിൽ പോലും ആദ്യം വരുമ്പോഴത്തേക്കും പുള്ളി ഒത്തിരി നമുക്ക് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ വന്നത്തേക്ക് അന്ന് വേറെ ഒരാളെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക. ഈ കഥയ്ക്കകത്ത് നമ്മൾ വേറൊരാളെ അത്രയും കൺവിൻസിങ് ആയിട്ട് ഒരു പുതിയ ഒരു സംവിധായകനായിട്ട് പോലും പുള്ളിയുടെ കാര്യം പറയുമ്പം തീർച്ചയായിട്ടും പ്രീസ്റ്റിലൂടെ വന്ന ജോഫിൻ ടി ചാക്കോയെ പോലെ പുതിയൊരു നല്ലൊരു സംവിധായകൻ മലയാളത്തിന് ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം കാലഘട്ടം മാർക്ക് ചെയ്യുന്ന എന്തൊരു ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും ടീം വിജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഇപ്പം ആർട്ട് വർക്ക് ആയിക്കോട്ടെ, ഇനി ഇതിൽ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഈ നമ്മളെപ്പോഴും പറയുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ ആൾക്കാരെ പറയും. ഇപ്പോൾ ഓരോ ഫ്രെയിമിലും നമുക്ക് ആ 90s കാലഘട്ടം കാണാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ചിലപ്പോൾ ഓടി കിടന്ന് കണ്ടുപിടിക്കുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരും ഈ അവരെ പോലുള്ളവരായിരിക്കാം. ഈ ആർട്ട് അസിസ്റ്റൻറ്റ് അവരൊക്കെ നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരിടത്ത് പോലും ഈ ആ കാലഘട്ടത്തിൻ്റേതല്ലാത്ത ഒരു സാധനവും കാണാൻ പറ്റില്ല. കാര്യം ഒരു വഴി കാണിക്കുമ്പോൾ നല്ല ഇന്നത്തെ നല്ല റബ്ബറൈസ്ഡ് റോഡുകളൊന്നും കാണിക്കുന്നില്ല. ഇടയിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ അതിനകത്തെ കലണ്ടറിലെ പോലും അവരത് ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തപ്പം ആ കലണ്ടർ പോലും ഒരു 94 ആ റേഞ്ച് അങ്ങനെ കണ്ട് കാണിച്ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു ആ പഴയ കാലത്തെ. അതെ, ഡീറ്റെയിലിംഗ് വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിത്രം അതെ, നല്ല രീതിയിലാണ് അത്. ഒത്തിരി ലൗഡ് അല്ല എങ്കിൽ പോലും അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അന്വേഷിപ്പിൻ കണ്ടെത്തലിനെ പറ്റി കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ ഒരു ത്രില്ലർ സിനിമ നമ്മൾ കാണുമ്പോൾ പ്രേക്ഷകനും എല്ലാവരോടും ഒപ്പം തന്നെ കൃത്യമായി ഗസ് ചെയ്യാൻ തുടങ്ങും. ആരായിരിക്കും കൊലപാതകിക്കുന്നത്. ഈ രണ്ട് കഥയിലും ആ കൊലപാതകി ആരാണെന്ന് ഉള്ള ആ ഒരു മിസ്റ്ററി അവസാനം വരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ സംവിധാനം പറ്റി. ആ മിസ്റ്ററി തന്നെയാണ് നമ്മളെ ആ സിനിമ ത്രൂ ഔട്ട് കാണിക്കാൻ വേണ്ടി, കണ്ടിരുത്താൻ വേണ്ടി എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആ സിനിമ എല്ലാവരും തന്നെ കഴിയുമെങ്കിൽ ഇനി മിച്ചമുള്ള കുറച്ച് തിയേറ്ററുകളിൽ ഉണ്ടാവുള്ളൂ. സിനിമ ഉണ്ടെങ്കിൽ തന്നെ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കണം. ആ സിനിമ ഒരു ഗപ്പിക്കൊന്നും വന്ന അവസ്ഥ ടൊവിനോയ്ക്ക് ഇനിയും ഉണ്ടാവരുത്. കഴിയുന്നതെല്ലാം തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തി തിയേറ്ററിൽ പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ആനന്ദും സംഘവും അന്വേഷിച്ചു, അവർ കണ്ടെത്തി. സിനിമാ കവലയുടെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.